നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാം 5-ാം ദിവസം ഇന്ന് നമ്മൾ മത്തങ്ങയും പയറും കൊണ്ട് വൻപയറും കൊണ്ട് ഓലൻ വെക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഓണനിലാവ് 2026 പ്രോഗ്രാം ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹാറൂൺ തൃശ്ശൂർ. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഹാറൂൺ തൃശ്ശൂർ. എന്തായാലും ഇന്നത്തെ സമ്മാനം ഫ്ലാസ്ക്കാണ്. നമുക്ക് ഇനിയും ഈ വിഭവത്തിലേക്ക് കിടക്കാം. നമ്മൾ മത്തങ്ങയും പയറും കൂടി ഓലം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മത്തങ്ങ നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു നാളികേരം പിഴിഞ്ഞ് 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്കിനിയും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഇത് നോക്കാം. നമുക്കിനിയും ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വൻപയർ ഇടാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ ഒരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച കുക്കറാണ്, പ്രസ്റ്റീജിൻ്റെയാണ്. നല്ല കുക്കറാണ്, 3 ലിറ്ററിൻ്റെ. നമ്മൾ അതിലാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ഈ വൻപയറും മത്തങ്ങയും കൊണ്ട് ഓലൻ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോൻ്റെ താഴെ. എല്ലാവരും ആ ലിങ്ക് കേട്ട് കുക്കർ ഒന്ന് ബുക്ക് ചെയ്യണം. നല്ല കുക്കറാണ്. എന്തായാലും നമുക്കിനിയും വൻപയർ കുക്കറിലേക്ക് എടുത്തിടാം. നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് വൻപയർ എടുത്തിട്ടുള്ളത് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മളെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് വെള്ളം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നല്ല രീതിയിൽ വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. പയർ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അധികം വെന്തുടയേണ്ട നമുക്ക്. ഇനി അതിൽ നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം. കുറച്ച് ഉപ്പിടാം. നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടെ ഉപ്പിടാം നമുക്ക്. ഇനി നമുക്ക് മത്തങ്ങ ഇടാം. ഇനിയും ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. മത്തങ്ങയൊക്കെ നന്നായിട്ട് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നമുക്ക് അതിലൊഴിച്ചൊന്ന് തിളക്കേണ്ട, ഒന്ന് ചൂടായാൽ മതി. ചൂടായി നമുക്ക് അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കാൻ. നമുക്ക് എന്തായാലും നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. നമ്മുടെ ഓണക്കാലത്തൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഓണത്തിനൊക്കെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഓലനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ തെങ്ങയും പയറൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊരു ചട്ടിയിലേക്ക് എടുത്തിടാം. നമുക്ക് അത് കുക്കറിൽ നിന്ന് മാറ്റി ചട്ടിയിലേക്ക് നമുക്ക് എടുത്തിടാം. എന്നിട്ട് ഒന്ന് നമുക്ക് ഇളക്കാതെ ഇളക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നാളികേര പാൽ പിഴിഞ്ഞ് വെച്ചത് 1-ാം പാൽ നമുക്കെടുത്ത് ഒഴിക്കാം. അതിൽ നമ്മുടെ ഇത് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. 1-ാം പാൽ നമുക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് തിളക്കേണ്ടത് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിക്കാം, പച്ച വെളിച്ചെണ്ണ. ഇനി നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാം. നമുക്ക് കരിവേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണക്കാലത്തൊക്കെ നമുക്ക് ഓണസദ്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് ഓലനാണിത്. എന്തായാലും നമ്മുടെ മത്തങ്ങയും പയറും കൊണ്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണക്കാലത്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഓലനാണ്. എന്തായാലും സദ്യക്കൊക്കെ നമുക്ക് വിളമ്പാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഓലനാണ്.
എന്തായാലും ഇനി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.